മണവാട്ടി ബിരിയാണിയാണ്. അത് ഞങ്ങളല്ല വെക്കാൻ പോകുന്നത്, ഞങ്ങളെ ഉമ്മച്ചാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മണവാട്ടി ബിരിയാണി അഥവാ പർദ്ദ ബിരിയാണി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ മല്ലൂസിൻ്റെ ഐറ്റമൊന്നും അല്ല കേട്ടോ, ഇത് നോർത്ത് ഈസ്റ്റിൻ്റെ ഐറ്റമാണ്. അവരാണ് ഇതിന് പർദ്ദ ബിരിയാണി എന്നുള്ള പേരിട്ടത്. അതായത് പർദ്ദ എന്ന് പറഞ്ഞാൽ അവരൊരു മറക്കുള്ളിലുള്ള ബിരിയാണി എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു പേരിട്ടത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള റൊട്ടി റെഡിയാക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നല്ല കുഴിയുള്ള ചട്ടിയൊക്കെ ആണെങ്കിൽ 2 കപ്പ് മൈദ എടുക്കണം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇവയൊക്കെ ചേർത്ത് നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഈ മാവ് കുഴച്ചെടുക്കാം. ചൂട് ഏറിപ്പോവാൻ പാടില്ല കേട്ടോ, അപ്പോൾ ഈ മാവ് പൊങ്ങി വരില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ. അപ്പോഴേ നമുക്ക് മാവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, ഒരു ചപ്പാത്തി മാവിൻ്റെ പോലെ, അല്ലെങ്കിൽ വെള്ളം ഏറിപ്പോവും. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആവും വരെ നമ്മൾ കുഴക്കണം. ഇപ്പം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇത് കുഴിയായിട്ട് പോവും. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിമോ ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം കേട്ടോ, അപ്പോഴേ ഇത് പൊങ്ങി വരുള്ളൂ കറക്റ്റായിട്ട്. മാവ് പൊങ്ങി വരാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കാം. ഞാനിവിടെ 3/4 കിലോ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്, അതായത് നമ്മുടെ കൈമ റൈസ്. ഇത് റോസ് കൈമയുടെ ബ്രാൻഡാണ് കേട്ടോ. അരി വേവിക്കാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 5 മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 കഷ്ണം പട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. ഇനി അരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി അവിടെ കിടന്ന് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് ചിക്കനിൽ മസാല പുരട്ടാം. ഇവിടെ നമ്മൾ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 3/4 കിലോ അരിയിലേക്ക് 3/4 കിലോ ചിക്കന്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകം, അതായത് വലിയ ജീരകം, പെരുംജീരകം എന്നൊക്കെ പറയും, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. ഇവയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഇത് നമുക്ക് റൈസ് വേവും വരെ കുറച്ച് സമയം വെക്കാം. ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഉള്ളി എണ്ണയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും വരെ മൊരിയിച്ചെടുക്കാം. ഉള്ളി മീൻസ് സവാളയാണ് കേട്ടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വലിയ ഉള്ളി എന്ന് പറയും. സവാള ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി കുറച്ച് ഉണക്കമുന്തിരിയും കൂടി വറുത്ത് കോരാം. ഇനി ചിക്കൻ വേവിക്കാം. നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഇതേ എണ്ണ ഒഴിച്ച് തന്നെ 2 മീഡിയം സൈസ് ഉള്ളി വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം 2 മീഡിയം സൈസ് തക്കാളി ഇടാം. വലിയ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലിപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സമയത്താണ് നമ്മളിതിൻ്റെ മുകളിൽ റൈസൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് നന്നായിട്ട് ദമ്മിടുക. ഇതിപ്പോൾ നമ്മൾ റൊട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ദമ്മിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിക്കന് വെന്ത് കിട്ടുക തന്നെ വേണം. അതുകൊണ്ട് കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. ചിക്കന് വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ച ചോറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നല്ല സ്മെല്ലുള്ള നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ, അപ്പോഴേ ബിരിയാണിക്കൊരു മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചോറ് ഉടഞ്ഞു പോവും. നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഒടുക്കത്തെ ചൂടാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൊട്ടി ഒന്ന് പരത്തിയെടുക്കാം.
നമ്മളിത് മാക്സിമം വലുതാക്കി തന്നെ പരത്തുക കേട്ടോ, എന്ന് കരുതിയിട്ട് തീരെ കട്ടിയില്ലാതാക്കരുത്, അപ്പോൾ ഉള്ളിൽ ബിരിയാണി ഇടുമ്പോൾ പൊട്ടിപ്പോവും. നമ്മളിതാ ഇതുപോലത്തെ ഒരു പാലപ്പം ഉണ്ടാക്കുന്ന ഒരു ചട്ടിയാണ് എടുത്തത്. നല്ല കുഴിയുള്ള ചട്ടി എടുത്താൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടിയിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് എള്ള് എല്ലായിടത്തും ഇങ്ങനെ വിതറി കൊടുക്കാം. ശേഷം കുറച്ച് വൈറ്റ് എള്ളും വിതറി കൊടുക്കാം. നമ്മൾ കുറച്ച് റേസിൻസ്, ഉണക്കമുന്തിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ച് തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. ഒരു മണവാട്ടിയെ ഒരുക്കുന്നത് പോലെ തന്നെ നമ്മളിതിനെ ഒരുക്കിയെടുക്കുക. നമ്മളുടെ ബിരിയാണിയുടെ പേര് തന്നെ മണവാട്ടി എന്നല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഒരുക്കണ്ടേ. പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ റൊട്ടി വിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ അകത്തേക്ക് നന്നായിട്ട് തള്ളി കൊടുക്കണം. ഇതാ കണ്ടോ ഇതുപോലെ. കാരണം നമ്മളിതിൻ്റെ അടിയിൽ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടില്ലേ, അതൊക്കെ ഈ റൊട്ടിമേൽ പിടിക്കണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അകത്തേക്ക് തള്ളി നിൽക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബിരിയാണി സെറ്റ് ചെയ്യാം. നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒക്കെ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, മൊത്തത്തിലൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ച സവാളയും കിസ്മിസും ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും റൈസ് ഇടുക. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദമ്മിടുമ്പോൾ ചെയ്യാറില്ലേ, ആദ്യം അടിയിൽ മസാല, വീണ്ടും അതിന് മുകളിൽ റൈസ്, അതേപോലെ ഇങ്ങനെ വീണ്ടും ലെയറായിട്ട് അതേപോലെ ഇങ്ങനെ ചെയ്യുക. അല്ലാ ശരിയാട്ടോ, നമ്മൾ എഗ്ഗ് വെക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ മുട്ട നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുക, അല്ലാതെ വേറെ രക്ഷയില്ല. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഫ്രൈ ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചട്ടിയുടെ സൈഡ് ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി കൊടുക്കുന്നുണ്ട്, സാധാ നോർമൽ വാട്ടർ. ഇനി നമ്മളിത് 4 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കിയെടുക്കുക. ഇതേപോലെ വലിയ റൊട്ടിയൊക്കെയാണ് പരത്തിയതെന്നുണ്ടെങ്കിൽ ചിലപ്പം ചെറിയ പീസൊക്കെ ബാലൻസ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാട്ടോ. കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, വലിയ ബലം കൊടുക്കാതെ, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ചട്ടി അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുക. എന്നിട്ടൊരു മൂടി എടുത്ത് അടച്ചു വെക്കുക. എന്നിട്ട് വളരെ സിമ്മിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത്. ഒരു 7-8 മിനിറ്റ് ആവുമ്പോൾ തന്നെ ഒരു സൈഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. ഇതുപോലൊരു ദോശക്കല്ലോ ഫ്രൈങ് പാനോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിൽ നെയ്യ് തടവുക. ഈ ചട്ടി മറ്റേ ചട്ടിയുടെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുക. ഇതേപോലെ ഇതാ കണ്ടോ, നമ്മുടെ മണവാട്ടി ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. മുകളിലൊക്കെ നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു 7-8 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അടിഭാഗം കൂടി മൊരിഞ്ഞ് കിട്ടും. നമ്മുടെ പർദ്ദ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിതിൻ്റെ മുകൾ ഭാഗം മാത്രമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്, അല്ലാതെ ഇത് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അടിയിലേക്ക് ഇറക്കിയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. നല്ലൊരു ഷാർപ്പുള്ള കത്തി തന്നെ ഉപയോഗിക്കുക, അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതാ കണ്ടോ, നമ്മളുടെ മുട്ടയും ചിക്കൻ്റെ മസാലയൊക്കെ കാണുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണിത്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.